ഓ, വരുന്നുണ്ട്. എന്തുണ്ട് വിശേഷം? ഓ, എന്ത് വിശേഷം? അങ്ങനെ അങ്ങോട്ടും ജീവിച്ചു പോന്നു. എന്താണ് രാവിലെ തന്നെ? ഓഹോ, അത് ഞാൻ നോയമ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാ. ഓ, നോയമ്പ് കാണാൻ. നോയമ്പ് കാണാൻ എന്താ, പെണ്ണിൻ്റെ വാപ്പ ഇല്ലേ കൂടെ? തള്ള മാത്രമേ ഉള്ളൂ. ഇത് മനുഷ്യനെ കളിയാക്കുന്നത് പോലെ. വർഷത്തിലൊക്കെ വരുന്നതാണ് ഈ നോയമ്പും പെരുന്നാളും ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചടങ്ങ് പോലെ വന്ന് നിങ്ങൾ കണ്ടിട്ട് അങ്ങ് പോകുന്നു. വാപ്പയില്ലാത്ത പെണ്ണൊന്നും അല്ലല്ലോ അവൾ. അമ്മായി മാത്രം ഒരു ചെറിയ പൊതിയായിട്ട് വന്ന് കൊടുത്തു വിട്ടിരിക്കുക. ഓ, വന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നതേ. അപ്പോൾ കുറച്ച് ദിവസമായി പണിയൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് പണിക്കാർ വിളിച്ചത്. പിന്നെ പണിക്ക് അങ്ങോട്ട് പോയി. പിന്നെ വെച്ച് താമസിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരും, മോളെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇന്ന് ഞാനങ്ങ് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ വരും കാണാനായിട്ട്. അയ്യോ, എനിക്ക് വേണ്ടി ആരും ഇവിടെ നിർബന്ധമായിട്ട് വരുമൊന്നും വേണ്ട. ഞാൻ പൊതുവേ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ലാതെ നിങ്ങൾ ആ മനുഷ്യനായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടോ? മോളെ കാണാൻ കൊതിയില്ലെങ്കിൽ പിന്നെ എനിക്ക് അന്നാ കാണാൻ കൊതി. എനിക്കൊരു കൊതിയില്ല. ഞാനങ്ങ് നാട്ടു നടപ്പങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആൾക്കാരെന്നെ ചോദിക്കുമല്ലോ, കൊച്ചിനെ കാണാൻ എന്താ മാപ്പക്കാരൻ വരുന്നില്ലോ എന്ന്. എത്ര പ്രാവശ്യം വന്ന് കാണും. ഈ വന്നാലും പോലും നിങ്ങളൊക്കെ തന്നെയല്ലേ വരുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. ഒരു നോയമ്പ് വന്നാൽ പോലും മോളെ കാണാൻ അങ്ങേർക്ക് സമയമില്ല. ഉമ്മ ഇതപ്പോൾ വന്നു? ഇല്ല മോളെ, ദേ ഉമ്മ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഉമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാപ്പ വന്നില്ലേ? അയ്യോ, മകളെക്കാട്ടി വലുത് ജോലിയല്ലേ. പാപ്പ വന്നില്ലേ ഒന്ന്? യോ, വർഷത്തിൽ വരുന്നതല്ലേടി. നിൻ്റെ പാപ്പ എത്ര വർഷം ഇവിടെ വന്ന് കാണും? ഓ, പാപ്പ വന്നില്ലേ ഒന്ന്? പാപ്പാക്ക് മോളെ കാണാമെന്ന് ജോലിയില്ല, പണമല്ലേ വലുത്. എന്നിട്ട് എന്തേ ഉണ്ടാക്കിയിട്ട് അതൊന്നും കാണുന്നില്ലല്ലോ. നല്ലൊരു നാളുമായിട്ട് മോളെ കാണാൻ വരാൻ നേരമില്ല. ജോലിക്ക് പോയിരുന്നു. ഒരു ദിവസം അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഓ, നാളെ കാണാൻ വന്നിട്ട്. ഉമ്മ വാ, കയറി വാ. നമ്മളെ ഇതേ കുറച്ച് ഫ്രൂട്ട്സാണ് കേട്ടോ. ഓ, ഇതൊക്കെ എന്തിനാണോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ചാക്ക് കെട്ടുണ്ടല്ലോ സാധനങ്ങൾ. നിങ്ങൾക്ക് നാണമില്ല നിങ്ങൾക്ക് ഈ ചെറിയ കിറ്റിനകത്തൊക്കെ സാധനം കൊണ്ടുവരാനായിട്ട്? ഇത് ഒരു ദിവസത്തേക്ക് പോലും ഞങ്ങൾക്ക് തികയത്തില്ല. കെട്ട കണക്കിനാണ് ഇവിടെ സാധനം മറിച്ചു കൂടെ കൊണ്ടുവരുന്നത്. എന്നിട്ടാ 50 രൂപയ്ക്ക് കുറച്ച് സാധനം മേടിച്ചോണ്ടെന്ന് നോയമ്പ് കാണലാന്നും പറഞ്ഞ് വരുന്നത്. നാണമുണ്ടോ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ? ഇത് എനിക്കല്ല നാണക്കേട്, നിങ്ങളുടെ മോക്ക് തന്നെ നാണക്കേട്. കൂട്ടത്തിൽ ഞങ്ങൾക്ക് കാണും. മരുമോനെ കാണാൻ വേണ്ടി വരുന്നതല്ലേ, നോയമ്പ് കാണാനെന്ന് പറഞ്ഞ പേരും വരുന്നിട്ട്. ഇതൊക്കെ കൊണ്ട് നിങ്ങൾ വെറുതെ വന്നായിരുന്നെങ്കിലും അത്രയും നല്ലത് തന്നെയാണ്. ഇത് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോന്ന് കൊണ്ടുവന്നേക്ക്. ഞങ്ങളുടെ കഴിവിനനുസരിച്ചല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഇപ്പോൾ സ്ഥിതിയൊക്കെ വളരെ മോശമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ. പിന്നെ ഇതൊന്നും ഇവിടെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഒരു ചെറിയൊരു നാട്ടു നടപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിച്ചുള്ള വർത്താനം പറയുമ്പോൾ താഴ്ത്തിക്കെട്ട് സംസാരിക്കരുതാരെ. അയ്യോടി, അതിനിപ്പോൾ ഞാൻ എന്തോ പറഞ്ഞതാ? ഞാൻ പറഞ്ഞത് എന്തോ തെറ്റുണ്ട്? നിങ്ങളുടെ മോളെ കാണാൻ വരുന്നത് ഇങ്ങനെ ആണെന്നല്ലേ ചോദിച്ചോളൂ. ഇതൊരു നാണം കെടുത്തലൊരു വരവ് പോലെ ആയിപ്പോയി. ഒരു കിറ്റിനകത്ത് ഇച്ചിരി സാധനം കൊണ്ടുവന്ന് ഒരു നോയമ്പ് കാണൽ, ആ ചടങ്ങിന് വേണ്ടിയിട്ടാണോ വരുന്നത്? മനസ്സ് നിറഞ്ഞ് എന്തെങ്കിലും കൊടുക്കണം, അത്രേ ഞാൻ പറഞ്ഞോളൂ. ഓ, ഉമ്മ വിഷമിക്കുകയൊന്നും വേണ്ട. എനിക്കിതൊക്കെ ഒരു സന്തോഷമൊക്കെ തന്നെയാണ്. അതിൽ കിറ്റിനകത്തുള്ള വലിപ്പങ്ങളല്ല എനിക്ക് വലുത്. ഉമ്മ ഒരു മിഠായി കൊണ്ടുവന്നാലും എനിക്കത് സന്തോഷം തന്നെയുള്ളൂ. ഉമ്മ അത് വിഷമിക്കേണ്ട, ഉമ്മ അത് കാര്യമാക്കണ്ട. പിന്നെ ഉമ്മ നോയമ്പൊക്കെ മുറിച്ചിട്ട് പോയാൽ മതി കേട്ടാ. അതേ, നീയാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? ഓ, നോയമ്പ് മുറിക്കാൻ ഉമ്മയെ വിളിക്കുന്നത്? അതേ, തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ തീരുമാനം കൂടെ അറിയണം. നോയമ്പ് കാണാൻ വന്നവർ നോയമ്പ് കണ്ടിട്ട് പോകണം. അല്ലാതെ ഒരു മുന്നറിയിപ്പില്ലാതെ കയറി വന്നിട്ട് നോയമ്പ് മുറിക്കാനൊക്കെ വിളിക്കുന്നതേ അതൊരു മര്യാദയുടെ അല്ല. അതങ്ങനെ ഉമ്മാക്കില്ലല്ലോ മര്യാദ, പിന്നെ എൻ്റെ മകൾക്ക് വരുന്നത് നേറിയില്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളും. ഉമ്മ ഇനി നോമ്പ് നിറക്കാനൊന്നും നിൽക്കുന്നില്ല മോളെ. ഉമ്മയുടെ വീട്ടിൽ തന്നെ പോവുക. മോളെ ഒന്ന് കാണണമെന്ന് ചോദിച്ചു. എൻ്റെ മര്യാദ ഞാനിവിടെ വന്ന് ചെയ്തത്. നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം. എൻ്റെ മോൾ കൊടുത്തതക്കാലം എനിക്ക് വന്നല്ലേ പറ്റത്തുള്ളൂ. കഴിവില്ലെന്നും പറഞ്ഞുകൊണ്ട് ശേഷിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ആട്ടിപ്പായിക്കരുത്.
ഉമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇത് എൻ്റെ ഉമ്മയാണ്. പ്രത്യേകിച്ച് ഈ മാസമൊക്കെ ഇങ്ങനെ ഒരാളുടെ മനസ്സൊക്കെ ഇങ്ങനെ നോവിക്കുന്നുണ്ടല്ലോ, അത് കഷ്ടം തന്നെയാണ്. ഉമ്മ മോളെ മുഴുവൻ നോയമ്പ് നോക്കിയോട്ടോ, 5 നേരത്തെ നിസ്കാരം നോക്കിയോട്ടോ ഒന്നും കാര്യമില്ല. മനസ്സിലിച്ചിട്ട് നന്മ വേണം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കഷ്ടതകളും ഉമ്മക്ക് നല്ലോണം അറിയാവുന്നതല്ലേ. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങളുടെ മോനെ കൊണ്ട് എന്നെ കെട്ടിച്ചത്. പിന്നെ എന്തിനാണ് എപ്പോഴും എൻ്റെ വീട്ടുകാരിങ്ങനെ കുറ്റം പറയുന്നത്? അവർക്ക് ഒരുപാട് വാരിക്കോഴി തരാനൊന്നും അറിയില്ല, ഉള്ളതേ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഉമ്മയെ കൊണ്ട് പറ്റുന്നതാണ് എൻ്റെ ഉമ്മ കൊണ്ടുവന്നത്, അത് 2 കൈ കൊണ്ട് സ്വീകരിക്കുക. ഉമ്മക്കത് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എന്തിനാണ് മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കുന്ന പെരുമാറുന്നത്? ഈ പുണ്യമാസത്തെങ്കിലും ഉമ്മക്കൊന്ന് ബഹുമാനിച്ചൂടെ? ബാക്കി എല്ലാ മാസവും എന്നെ കിടന്ന് ദ്രോഹിക്കുന്നില്ലേ? ഈ ഒരു മാസമെങ്കിലും ഉമ്മക്കൊന്ന് നന്നായിക്കൂടെ? ഇതെൻ്റെ പെട്ടതള്ളതെന്ന് മാത്രം ഉമ്മ മറക്കരുത്. ഇതിനൊക്കെ റബ്ബുണ്ടല്ലോ, കണക്ക് ചോദിക്കും ഉമ്മ അടുത്ത്. വേണ്ട മോളെ, ഉമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളിനി സംസാരിച്ച് മുഷിയണ്ട. ഞങ്ങളുടെ കഴിവിനെ പറ്റി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ അല്ലേ നിങ്ങൾ എൻ്റെ മോളിവിടെ സ്വീകരിച്ചത്. എന്നിട്ടിപ്പോൾ വരുമ്പം എന്തിനിങ്ങനെ കുത്തി നോവിക്കുന്നത്? ഞാൻ എൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ നോമ്പ് തുറക്കും കൂടെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യവുമില്ല, കാരണം അതും ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, അതുകൊണ്ട് അതും ഞാൻ വേണ്ടാന്ന് വെക്കുക. എന്താ എണീറ്റേ? എന്തൊരു ഉറക്കമായത് നോയമ്പ് പോയിട്ട്? ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. മോളുമായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞു ഉമ്മ അങ്ങോട്ട് കിടക്കാൻ പോയിരിക്കുകയെന്ന് പറഞ്ഞു. അതാ വന്ന് നോക്കിയത്. എന്തായിരുന്നു മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ? ഓ, ഞാൻ കുറച്ച് ദിക്കറൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങോട്ടൊന്ന് കിടന്നതാണ്. കണ്ണങ്ങ് മങ്ങിപ്പോയി. ഓ, ഒരു വല്ലാത്തൊരു സ്വപ്നം ഞാൻ കണ്ടത്. മനുഷ്യനെ മനുഷ്യനില്ലാത്താക്കുന്നൊരു വല്ലാത്തൊരു സ്വപ്നം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്തൊരു സ്വപ്നമാണ് കണ്ടുപോയത്. ഓ, പിശാച് വല്ല വന്നതായിരിക്കും. പിന്നെ ഞാൻ മാത്രമേ വന്നുള്ളൂ കേട്ടോ. ഇക്കാക്കാണെങ്കിൽ ഇന്ന് പണിയും ഉണ്ടായിരുന്നു. കുറേ ദിവസമായിരുന്നു പണിക്കൊക്കെ പോയിട്ട്. ഇപ്പോഴാണെങ്കിൽ ഇന്ന് രാവിലെ എപ്പം വിളിച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയി വരും. പിന്നെ ഞാൻ വന്നതെന്ന് വെച്ചാൽ നിങ്ങളെ നോമ്പിനൂടെ ക്ഷണിക്കാൻ വന്നതാണ് കേട്ടോ. നോമ്പ് നിറയ്ക്ക് ഈ വരുന്ന ഞായറാഴ്ച എല്ലാവരും നേരത്തെ എത്തിയേക്കണം. ഓ, പണി പിന്നെ കിട്ടുമ്പോഴല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അതൊന്നും സാരമില്ല, നോമ്പൊക്കെ മുറിച്ചിട്ടല്ലേ പോകത്തുള്ളൂ. ഞാനേ പേരിന് മുമ്പ് അങ്ങ് പോവുക. എന്തോ ഒരു ചൂടാ, അപ്പോൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ കേട്ടാ. പിന്നെ അത് പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. നമ്മുടെ വർഷത്തിൽ നടക്കുന്ന സംഭവമാണ് ഈ റമദാൻ മാസം എന്ന് പറയുമ്പോൾ. അത് സ്നേഹത്തോടെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കഴിയുന്നതല്ലേ. തീർച്ചയായിട്ടും ഞങ്ങൾ വന്നേക്കാം. ശരി എന്നാൽ. എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണുന്നത്? പകൽ കടന്ന് ഇങ്ങനെ വേണ്ടാത്ത സ്വപ്നങ്ങളൊക്കെ കാണും. അതൊന്നും കണ്ട് മനസ്സിലാക്കണ്ട. ഞാൻ പോട്ടെ എന്നാ.